റോമാലേഖനം 5-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ ഞാൻ വായിക്കും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇരുന്നില്ലെങ്കിൽ ഈ വിലയേറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാകും. നമുക്കറിയാം, റോമാലേഖനത്തിലെ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷത്തെ പൗലോസ് വിശദീകരിച്ചു കഴിഞ്ഞു. ആ സുവിശേഷത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് വിശ്വാസത്താൽ ഉള്ള നീതീകരണം എന്ന ഉപദേശ സത്യമാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം വരെ ഈ ഉപദേശം വളരെ വിശദമായി പഠിപ്പിച്ച ശേഷം പൗലോസ് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ദ ബ്ലെസ്സിങ്സ് ഓഫ് ബീയിങ് ജസ്റ്റിഫൈഡ്. നമ്മള് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിച്ചു. അത് നിമിത്തം വിശുദ്ധനായ ദൈവം നമ്മെ സ്വീകരിച്ചു. നമ്മുടെ പ്രവൃത്തിയാലല്ല, യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ കൃപയാൽ നമുക്ക് മനസ്സിലായി. നമ്മൾ വിശ്വസിച്ചത് നിമിത്തം ശത്രുക്കളായിരുന്ന നമ്മളെ ദൈവ മക്കളായി ദൈവം സ്വീകരിച്ചു. ഈ നീതീകരണത്തോട് ചേർന്ന് നമുക്ക് എന്താണ് അനുഗ്രഹങ്ങൾ? ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാകുമ്പോൾ ഒരു വിശ്വാസിക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകുകയാണ്. അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. പതറുന്ന ചിന്തകൾ മാറുകയാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തതിൽ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാകുകയാണ്. 9, 10, 11 ഈ വാക്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് 5 ബ്ലെസ്സിങ്ങുകളെ കുറിച്ച് നമ്മൾ ഇതിനോടകം ശ്രദ്ധിച്ചിരുന്നു. അത് ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നേരത്തെ നമ്മൾ ശത്രുക്കളായിരുന്നു, പക്ഷെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന കാരണത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, 2-ാമത്തെ അനുഗ്രഹം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് കൃപ വറ്റിപ്പോകുകയല്ല. കൃപയുടെ മണ്ഡലം, കൃപയുടെ എൻവയറൺമെന്റിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും കൃപാസനത്തിന്റെ അടുക്കലേക്ക് അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് നമുക്ക് ചെല്ലുവാനുള്ള പദവിയും ദൈവം തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലല്ല, നാം നിൽക്കുന്നത് കൃപയിലാണ്. 3-ാമത്തെ അനുഗ്രഹം 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
ഒരു ദിവസം നാം ദൈവ തേജസ് കാണും എന്ന വലിയ പ്രത്യാശയിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണും, എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മൾ പോകുമെന്നുള്ള പ്രത്യാശയിലാണ്. അത് മാത്രമല്ല, ഈ ദൈവ തേജസ്സിന് പങ്കാളികളായി മാറും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇന്ന് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന നമ്മൾ ഒരു ദിവസം നമ്മൾ അവനെ നേർക്കുനേർ കാണുമ്പോൾ ക്രിസ്തുവിനെ പോലെയായിത്തീരും. ഇതാണ് മൂന്നാമത്തെ അനുഗ്രഹം. നാലാമത്തേത് 3-4 വാക്യം, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 2-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മുടെ പ്രത്യാശ നിത്യപ്രത്യാശയാണ്. പക്ഷെ ഈ നിത്യമാകുന്ന പ്രത്യാശയിൽ ആക്കാക്കി പോകുന്ന ആളുകൾക്ക് ഇഹലോകത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കുന്നു. അതിന്റെ കാരണം, ദൈവം ഈ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന്റെ പിൻപിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്, ആ അറിവാണ് നമ്മുടെ ഉള്ളിൽ ഈ കഷ്ടത നിമിത്തം വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി നമ്മുടെ സ്വഭാവം മാറുന്നു. നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുമ്പോൾ പൊന്നുപോലെ നാം പുറത്തു വരികയാണ്. അത് ഒരു ബ്ലെസ്സിങ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 5-ാമത്തെ കാര്യം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസ്നേഹത്തിൽ ഉള്ള നമ്മുടെ ഉറപ്പാണ്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നാം കേട്ട സുവിശേഷത്തിനകത്തെ കാതലായ സന്ദേശമാണ് ദൈവത്തിന്റെ സ്നേഹം. ആത്മാവ് അത് നമുക്ക് ബോധ്യമാക്കി തന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അകത്ത് തുള്ളികളല്ല, ഒരു ഔട്ട് പോറിങ് നടന്നു. അബണ്ടന്റായി ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. അത് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ്. നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ദൈവസ്നേഹമാണ്. നമ്മളെ വിളിച്ചത് ദൈവസ്നേഹമാണ്. നമ്മളെ രക്ഷിച്ചത് ദൈവസ്നേഹമാണ്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ഇലാബറേറ്റ് ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ച് 4 പദപ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. 6-ാം വാക്യത്തിൽ 2 എണ്ണം. നാം ബലഹീനരാണ്, നമ്മൾ അഭക്തരാണ്. 8-ാം വാക്യത്തിൽ നമ്മൾ പാപികളാണ്. 10-ാം വാക്യത്തിൽ നാം ശത്രുക്കളായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു. ഇവിടെ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. 6 മുതലുള്ള വാക്യങ്ങളിലാണ് ഇതിന്റെ വിശദീകരണം. ത്യാഗപൂർണമായ സ്നേഹമാണിത്. ഇത് നിത്യസ്നേഹമാണ്. ഉപാധികളില്ലാതെ നമ്മളെ സ്നേഹിച്ചു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്. മനുഷ്യര് സ്നേഹിക്കും, പക്ഷെ ഇങ്ങനെ സ്നേഹിക്കത്തില്ല. നീതിമാന് വേണ്ടിയും നല്ലവന് വേണ്ടിയും എല്ലാവരും എപ്പോഴും മരിക്കത്തൊന്നുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന് വരാം. എന്നാൽ ദൈവം അങ്ങനല്ല നമ്മളെ സ്നേഹിച്ചത്. കൊള്ളരുതാത്തവരായിരുന്നപ്പോൾ, അടുപ്പിക്കാൻ കൊള്ളരുതാത്തവരായിരുന്നു, ഒരു നന്മയും നമ്മളിൽ പറയാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. അതാണ് മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. ആരെങ്കിലും ഒരു കൊലപാതകന് വേണ്ടി മരിക്കുമോ? ആരെങ്കിലും ദുർനടപ്പുകാരന് വേണ്ടി മരിക്കുമോ? ഏറ്റവും കൊള്ളരുതാത്ത ആളിന് വേണ്ടി ആരെങ്കിലും ഈ ലോകത്തിൽ മരിക്കുമോ? മരിക്കത്തില്ല. ദൈവം അതാണ് നമ്മൾക്ക് വേണ്ടി ചെയ്തത്.
അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം മറ്റ് മനുഷ്യരുടെ സ്നേഹം പോലെ അല്ല. സ്നേഹിക്കപ്പെടാൻ കൊള്ളതാത്ത ആളുകളെ ദൈവം സ്നേഹിച്ചു. ഡിസേർവ് ചെയ്യാത്ത, അൺവർതി ആയിരിക്കുന്ന ആളുകളെ ദൈവം സ്നേഹിച്ചു. ഇവിടെ നിന്ന് ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് 9-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു, അതേ ആത്മാവിനാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ സ്നേഹം പ്രദർശിക്കപ്പെടണം. ദൈവസഭയിലും ഭവനത്തിലും എല്ലാം ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. അപ്പോൾ ദൈവസ്നേഹം ആത്മാവ് എൻ്റെ ഉള്ളിൽ ദൈവവചനത്താൽ പകർന്നു എങ്കിൽ ഈ സ്നേഹം മറ്റുള്ളവർ കാണുക, മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഡെയിലി ലൈഫിൽ ആത്മാവിന്റെ സഹായത്തോടെ സാധ്യമാകണം. അത് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹത്താൽ നമ്മൾ നിറഞ്ഞ് ആത്മാവ് നമ്മളെ ദൈവം എത്രയും സ്നേഹിക്കുന്നു നമുക്ക് ബോധ്യമാകുമ്പോൾ ഈ സ്നേഹത്തിന്റെ വെളിപ്പാടിലാണ് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളും പാട്ടുകളും ഒക്കെ പാടി നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്നത്. ഈ സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ സ്നേഹത്തിലാണ് കൂട്ടായ്മ ആചരിക്കേണ്ടത്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം മാത്രം ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, റോമാലേഖനത്തിൽ എങ്ങനെയാണ് സ്നേഹിച്ചത്? 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അതാണ് കണ്ടത്. ഇനി ഈ വായിച്ച വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ 9, 10 വാക്യത്തിൽ ഇതേ കാര്യമാണ് പറയുന്നത്. യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമ്മളെ സ്നേഹിച്ചു. ഈ സ്നേഹമാണ് നമ്മളിൽ പകർന്നിരിക്കുന്നത്. ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം ഉള്ളത് പറയണമല്ലോ. ആത്മനിറവുണ്ടെന്ന് പറയുന്ന ആളുകളിൽ ഇത് മാത്രം കാണുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ദയവായി ചിന്തിക്കുക. ഞാൻ ചിന്തിച്ചിട്ടാണ് ഇത് പറയുന്നത്. എവിടെയോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പെന്റക്കോസ്റ്റ് ഗോളത്തേട് കാര്യത്തോടടുക്കുമ്പോൾ എല്ലാ സ്വഭാവങ്ങളും വെളിപ്പെട്ടു വരും. അതാണ് കണ്ടുവരുന്നത്. കയ്യടിയുണ്ട്, ഒച്ചവെപ്പുണ്ട്, എല്ലാമുണ്ട്. ഇല്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ. ഒരു വാക്യം കൂടെ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ കർത്താവ് കൽപ്പന പറഞ്ഞിട്ട് 35-ാം വാക്യത്തിൽ കർത്താവിന്റെ നിർദ്ദേശം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതൊരു കൽപ്പനയാ. എന്നിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദോഷികളായിരുന്ന, പാപികളായിരുന്ന, wretched, wicked പീപ്പിളിനെയാണ് ദൈവം സ്നേഹിച്ചത്. നമ്മൾ ഒരിക്കപ്പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ ഇല്ല, അങ്ങനെയല്ല, ഞാൻ ഒരല്പം കൊള്ളാമെന്നവനായിരുന്നു എന്ന് ചിന്തിക്കരുത്. ബൈബിൾ അത് അംഗീകരിക്കുന്നില്ല. നമ്മൾ കൊള്ളരുതാത്തവരായിരുന്ന നമ്മളെ ദൈവം സ്നേഹിച്ച് ത്യാഗപൂർണമായിട്ട് ദൈവം സ്നേഹിക്കുകയാണ്. ഉപാധികളില്ലാതെ നിത്യസ്നേഹത്താൽ ദൈവം സ്നേഹിച്ചു. ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം
ഇത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇത് ചിന്തിക്കുക. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറിയ വീഡിയോ കണ്ടു. 4-5 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ. പ്രശസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനഃപൂർവ്വമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, കാരണം അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ രാഷ്ട്രീയ ചായ്വുണ്ടെന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. അദ്ദേഹം കുടുംബമായി അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ചെല്ലുന്ന ഒരു വീഡിയോ ക്ലിപ്പ്, 5 മിനിറ്റേ ഉള്ളൂ. ഞാനത് ശ്രദ്ധിച്ചു. ഏറ്റവും അധികം എന്നെ ആകർഷിച്ചത് അവര് തമ്മിലുള്ള ആ ബന്ധവും സ്നേഹവുമാണ്, രക്തബന്ധമല്ല. അപ്പൊ എന്റെ മനസ്സിൽ വന്നത് ഇതാണ്: ഇതൊരു ഭൗതിക രാജ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയുള്ള അവരുടെ ആ ഷെയ്ക്ക് ഹാൻഡിങ്, ആലിംഗനം, ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെയുള്ള പ്രകടമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. എന്റെ മനസ്സ് പെട്ടെന്ന് പോയത്, ദൈവരാജ്യം, നിത്യരാജ്യം, നിത്യസ്നേഹം എന്നൊക്കെ പറയുന്നവരിൽ ഇത് കാണുന്നില്ലല്ലോ എന്നെന്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത വന്നു. ഞാന് എന്റെ വീട്ടിൽ അതങ്ങ് പറയുകയും ചെയ്തു. അപ്പൊ വന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. വന്നതിനെ ഇനി നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ ബൈബിള് പഠിച്ചല്ലോ. എന്താണ് ദൈവം നമ്മളെ രക്ഷിച്ചതിന്റെ പിൻപിൽ ദൈവം കൊടുത്ത വില? നമുക്ക് മുതൽ മുടക്കൊന്നുമില്ല കേട്ടോ. സൗജന്യമായിട്ടാണ് ഇതെല്ലാം ലഭിച്ചത്. ലഭിച്ചെന്ന് പറയുന്ന നാം, ഇത് അനുഭവിക്കുന്നു എന്ന് പറയുന്ന നാം, നമ്മളിൽ പ്രകടമാകേണ്ട നാച്ചുറൽ കാര്യം ദൈവസ്നേഹമാണ്. ഉപാധികളില്ലാതെ സ്നേഹിപ്പാൻ, ത്യാഗപൂർണമായി സ്നേഹിപ്പാൻ ദൈവം എളിയവരായ നമുക്ക് അവിടുത്തെ ആത്മാവിനാൽ ശക്തിയും കൃപയും തരട്ടെ. സ്വാഭാവിക നമ്മുടെ മനുഷ്യന് ഇത് ചെയ്യാൻ കഴിയത്തില്ല. ആത്മാവിനാൽ നമുക്കത് എക്സർസൈസ് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ ദൈവം കൃപ തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ദൈവസ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ അല്പം കൂടെ വിശദമായിട്ട് ചിന്തിക്കുമെങ്കിലും ഒരു വാക്യം മാത്രം ഞാൻ വായിച്ച് 9-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്കും പിന്മാറ്റാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് മുന്നേറുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. 9-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ അനുഗ്രഹം: അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 6-ാമത്തെ അനുഗ്രഹം: ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും. അതിന്റെ തുടക്കം നിങ്ങളൊന്ന് കണ്ടോ? പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ടോന്ന് പുസ്തകം നോക്കണേ. പുസ്തകം ഒന്ന് തുറക്കണേ. റോമർ 5 അതിന്റെ 9-ാം വാക്യം: അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. ഇവിടെ പറയുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുക. ഇത് പല വിധത്തിലും പൗലോസ് ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് പറയുകയാണ്. കൃപയാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, അതിന് വ്യത്യസ്തമാകുന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തമാണ് വാസ്തവത്തിൽ ദൈവം നമ്മളെ നീതീകരിക്കാൻ അടിസ്ഥാനമായി നിൽക്കുന്നത്. നമ്മുടെ പ്രവൃത്തി അല്ല, യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം എന്നുള്ള വാക്ക്
പ്രയോഗം. അതിനകത്ത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? യേശുവിന്റെ രക്തം. നമ്മുടെ നീതീകരണത്തിന് യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. യേശുവിന്റെ രക്തമെന്ന് അനേക ബൈബിൾ പാസേജുകളിലുണ്ട്. നാം പാട്ടുപാടുമ്പോഴും ദ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് പാടാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ പ്രധാന ടോപ്പിക് അതല്ല, എങ്കിലും ഞാനൊരു സൂചന തരാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുത്തെ ഐഹിക ജീവിതത്തിൽ 100% ദൈവമാണ്, 100% മനുഷ്യനാണ്. മനുഷ്യ ശരീരമായിരുന്നു അവിടുത്തേക്കുണ്ടായിരുന്നത്. അവിടുത്തെ രക്തം മനുഷ്യരക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നമുക്ക് നീതീകരണമുണ്ട് എന്ന് പറയുമ്പോൾ യേശുവിന്റെ വെയിൻസിലൂടെ പോയ ആ ഫ്ലൂയിഡ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ ഇത് പഴയ നിയമ സാക്രിഫിഷ്യൽ സിസ്റ്റത്തിലെ ഒരു ലാംഗ്വേജ് ആണ്. ലേവ്യ പുസ്തകം 17:11 മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അടുത്ത ശ്രദ്ധിക്കണം, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. ഇറ്റ് ഈസ് ദ ബ്ലഡ് by reason of the life that makes atonement. ഈ യാഗവസ്തുവിൽ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകുമ്പോൾ അവിടെ അക്ഷരികമായ തെളിവാണ്, ഇതാ ഒരു നിഷ്കളങ്ക യാഗവസ്തു കുറ്റവാളിയായ ഒരാളിന് വേണ്ടി പൂർണ്ണമായി അതിന്റെ ജീവൻ കൊടുത്തിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നതാണ് ആ ഒഴുകുന്ന രക്തം. ഇപ്പൊ ജീവൻ ഗിൽറ്റി ആയിട്ടുള്ള ആളിന് വേണ്ടി ഫോർഫീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ആ ആള് ജീവിക്കുന്നു. ഇതിനാണ് ബ്ലഡ് നിൽക്കുന്നത്. ഒരു ജീവൻ കൊടുക്കുന്നു മറ്റേ ജീവൻ നേടുവാൻ, ഇൻ എക്സ്ചേഞ്ച് ഓഫ് അനദർ ലൈഫ്. അപ്പൊ നമ്മെ നീതീകരിച്ചത് യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി യേശു മരിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ പെർഫെക്റ്റ് ലൈഫ് നമ്മുടെ ലൈഫിന് വേണ്ടി എക്സ്ചേഞ്ച് ആയി. അതുകൊണ്ട് യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ ആ ഫ്ലൂയിഡ് അല്ല അവിടെ ഉപയോഗിക്കും നമ്മൾ അർത്ഥമാക്കുന്നത്. സിംപ്ലി ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഡെത്ത്. യേശുവിന്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വേദശാസ്ത്രിയുടെ ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. ബ്ലഡ് ഈസ് എ ഗ്രാഫിക് വേ ടു സിംബലൈസ് ഹിസ് സാക്രിഫൈസ് ഓൺ ദ ക്രോസ്. ആ ബ്ലഡ് എന്നുള്ള വാക്ക് അതിനാണ് ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു എന്ന് പറയുമ്പോൾ the life of Jesus was given for us. അപ്പൊ ഇത് എന്റെ പ്രധാന വിഷയമല്ല. എന്നാൽ ആ വാക്യം തുടങ്ങിയത് അങ്ങനെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ഞാൻ വളരെ ചിന്തിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. കാരണം മലയാളി സമൂഹത്തിന് ഇത് ഷോക്കായി പോകും. അപ്പൊ ആ വാക്യം ഒന്നുകൂടെ നോക്കുക. അതിന്റെ ആദ്യ ഭാഗമാണ്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. എത്രയധികമായി. 9-ാം വാക്യവും 10-ാം വാക്യത്തിൽ വളരെ യുക്തിപരമായി പൗലോസ് ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. വലിയ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ ചെയ്തെങ്കിൽ അടുത്ത കാര്യം കൂടെ ചെയ്യാതിരിക്കുമോ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ
നിങ്ങളെ നീതീകരിച്ചു. നിങ്ങൾ ദോഷികളായിരുന്നു, നിങ്ങൾ പാപികളായിരുന്നു, നിങ്ങൾ വിശ്വസിച്ചു. നീതീകരിച്ചെങ്കിൽ വരാൻ പോകുന്ന ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കയില്ലയോ? An argument from the greater to the lesser. ഇത് തന്നെയാണ് 10-ാം വാക്യത്തിലും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നേരത്തെ ശത്രുക്കളായിരുന്നു, നീതീകരിക്കപ്പെട്ട് നമ്മൾ ദൈവ മക്കളായി. ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മളെ നീതീകരിച്ചെങ്കിൽ മക്കളായിരിക്കുന്നത് നമ്മളെ രക്ഷിക്കത്തില്ലയോ? കണ്ടോ, ദാറ്റ്സ് ദി കമ്പാരിസൺ. എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആൻഡ് അഷ്വറൻസ് വരികയാണ്. അല്ല ഫസ്റ്റ് നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞാലും അവസാനം എന്തായി തീരും? അവസാനം ഒന്നുമായി തീരത്തില്ല. ദൈവകൃപയിൽ നിന്നാൽ ഈ വചനം ഉറപ്പ് തരികയാണ്. ആ 9-ാം വാക്യം കുറച്ചുകൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. എത്രയധികമായി ഞാനത് വിശദീകരിച്ചല്ലോ. നീതീകരിച്ചു കർത്താവ് യേശുവിന്റെ രക്തത്താലെങ്കിൽ നിത്യമാകുന്ന ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. അതാണ് നീതീകരണത്തിന്റെ ഒരു അനുഗ്രഹം. ഇതാണ് അതിന്റെ ക്ലൈമാക്സ്. ഇത് അല്പം നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ അനുഗ്രഹം അല്പം കൂടെ നിങ്ങൾ നോക്കിക്കേ. 9-ാം വാക്യത്തിൽ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അയ്യോ, നമ്മളോ രക്ഷിക്കപ്പെട്ടില്ലേ? നിങ്ങളോട് ഒരാൾ ചോദിക്കാണ്, സിസ്റ്റർ രക്ഷിക്കപ്പെട്ടോ, ബ്രദർ രക്ഷിക്കപ്പെട്ടോ? പിന്നെ 1993 സെപ്റ്റംബർ മാസം 15-ാം തീയതി വൈകിട്ട് 8 മണിക്ക് രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ പറയുന്ന രക്ഷിക്കപ്പെടും. അതോ എന്റെ ബൈബിളിലേ ഉള്ളോ? നമ്മൾ രക്ഷയെക്കുറിച്ച് പൊതുവെ പറയുന്നത് ഇങ്ങനെ ഭാവി കാലം പ്രയോഗിച്ചുള്ള ഒരു പ്രയോഗത്തിലല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ ഫ്യൂച്ചർ ടെൻസില വി വിൽ ബി സേവ്ഡ്. ഈ ക്രിയാപദം സേവ്ഡ് എന്നുള്ളതും അതിന്റെ നൗൺ സാൽവേഷൻ എന്നുള്ളതും പുതിയ നിയമം പരിശോധിച്ചാൽ 3 ടെൻസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ത്രികാല അനുഭവമാണ്. ഞാനത് വിശദീകരിക്കാം. ബൈ ദ വേ, അപ്പൊ ഇപ്പൊ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയണം? യെസ് ആൻഡ് നോ. അതാ കറക്റ്റ്. യെസ്, രക്ഷിക്കപ്പെട്ടു. ഭാവിയിൽ യെസ്, ഇപ്പോൾ അതായിട്ടില്ല. സ്തോത്രം. ഈ 3 ടെൻസുകൾ പരിശോധിക്കാം. എഫെസ്യ ലേഖനം 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവർ രക്ഷിക്കപ്പെട്ടല്ലോ. നമുക്കറിയാവുന്ന വാക്യമാ. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നത്. We are saved by grace. തീത്തോസിന്റെ ലേഖനം 3:5. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. പാസ്റ്റ്, രക്ഷിച്ചു. അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ എന്റെ കുറ്റവും എന്റെ പാപത്തിന്റെ ശിക്ഷയും മോചിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റരഹിതനായി വിമുക്തനായി ദൈവം എന്നെ പ്രഖ്യാപിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു. ആ അനുഭവം നമുക്കെല്ലാം ഉണ്ട്. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഈ പാപത്തിന്റെ കുറ്റത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ രക്ഷിച്ചു. From the guilt of sin and from the penalty of sin we have been saved. അപ്പൊ ഇത് പൂർവകാലമാണ്, കഴിഞ്ഞു. It is in the past. അതുകൊണ്ടാണ് റോമാലേഖനം 8:1 പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is no condemnation for those who are in Christ now. ഇതൊന്ന് ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്യണം. ഇതകത്ത് കത്തുമ്പോഴാ സ്തോത്രവും സ്തുതിയൊക്കെ വരുന്നത്. കീബോർഡിന്റെ താളം തെറ്റുമ്പോഴും നിർത്തിയാലും നമുക്കെന്താ ഒന്നൊരു ഇതില്ല. അത് വചനം അറിയാത്തവനാ ഇതില്ലാത്തത്. എപ്പോഴും എന്നോ വചനമാണ് ആരാധനയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്.
വചനം അറിയാത്ത ഒരാളിന് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാം. ദാറ്റ്സ് ഓൾ. വചനം ഗ്രഹിച്ച ഒരാളിന് ഒരു ശബ്ദമില്ല, ആരും പ്രോത്സാഹിപ്പിക്കാനില്ല. വണ്ടി ഓടിച്ചു പോകുമ്പോഴും he will be in the spirit thinking about the blessing that God has done for him in Christ. വർത്തമാനകാല അനുഭവം. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന being saved, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. 2 കൊരിന്ത്യർ 2:15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും, അവിടെ പാസ്റ്റ് അല്ല, പ്രസന്റ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. അപ്പോൾ ഇവിടെ തിരുവെഴുത്ത് രക്ഷിക്കപ്പെട്ടു എന്ന് പാസ്റ്റ് ടെൻസിൽ പറയുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നവർ, have been saved, past, being saved, വർത്തമാനകാലം. നേരത്തെ കുറ്റത്തിൽ നിന്നും പാപത്തിന്റെ ശമ്പളത്തിൽ നിന്നും എന്നെ വിമുക്തനാക്കി. അങ്ങനെയുള്ളവർക്ക് തുടർമാന വർത്തമാനകാലത്തിൽ ഒരു രക്ഷയുണ്ട്, വിശുദ്ധീകരണമുണ്ട്. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് പേരുടെ ചിന്ത ഏതോ ഒരു സമയത്ത് കൈപൊക്കി, ഏതോ വാക്കുകൾ, മാജിക് വേർഡ്സ് ഒക്കെ ഏറ്റു പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് ഇനിയൊന്നും കുഴപ്പമില്ല, ഇനി എങ്ങനെ വേണേ ജീവിക്കാം. ദാറ്റ് ഈസ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സാൽവേഷൻ. കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചു, പക്ഷേ we have a sinful nature. അനുദിനം ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം കൊണ്ട് യേശുവിനെ പോലെ ആരും ആകുന്നില്ല. 10 വർഷം കൊണ്ടാകുന്നില്ല, 20 വർഷം കൊണ്ടാകുന്നില്ല. മരണം വരെ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അതാണ് വർത്തമാനകാലത്ത് നടക്കുന്നത്. കുറ്റവും പാപത്തിനുള്ള ശിക്ഷയും ഇതെല്ലാം പൂർവകാലത്ത് കർത്താവ് ഡീൽ ചെയ്തു. ഇപ്പോഴ് ഈ പാപത്തിന്റെ പ്രാക്ടീസ് ഓഫ് സിൻ എന്റെ ജീവിതത്തിലുള്ളത് ദൈവം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ നോട്ടത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ ഇടപാടിൽ, കൊടുക്കൽ വാങ്ങിയിലൊക്കെ ഉള്ള പാപത്തെ ദൈവം ഡീൽ ചെയ്യുകയാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പറയാം, ശരിക്ക് പൂർവകാല രക്ഷിക്കപ്പെട്ടയാളിന്റെ തെളിവ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല, പാപത്തിൽ പുളയാണെങ്കിൽ ആള് രക്ഷിക്കപ്പെട്ട ആളല്ല. അതിന്റെ അർത്ഥം ഒരു പാപം വരത്തില്ലെന്നല്ല. പോസിബിലിറ്റി ഓഫ് സിൻ ഇസ് ദേർ. എന്നാൽ എനിക്ക് പാപം ഇഷ്ടമാണ്. ഒരേ പാപം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീഴ്ച വന്നതല്ല, എനിക്ക് പാപം ഇഷ്ടമാണെന്ന്. അയ്യോ സഹോദര, രക്ഷിക്കപ്പെട്ടിട്ടില്ല. തുറന്ന് ഞാൻ പറയാം, പിശാചിന്റെ സന്തതി അത്. That is too strong. ഞാൻ ബൈബിളാ പറഞ്ഞത്, വേണേ ഒന്ന് വായിച്ചോളൂ. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ഞാനതേ പറഞ്ഞുള്ളൂ. Habitual sinning ആണോ? After you claim that you are a child of God, you have nothing to do with God. You are a child of the devil. അപ്പൊ പാസ്റ്റർ പറയുന്നത് നമ്മളെല്ലാം പെർഫെക്റ്റ് ആയോ? No. പാപമില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ നുണ പറയുകയാണ്. നിന്നൊരു പാപം വന്നാലോ, ഞാൻ പാപത്തെ വെറുക്കുന്നു, ഞാൻ അതുകൊണ്ട് പാപത്തെ ഏറ്റു പറയും. And he is merciful and faithful to forgive me. പക്ഷെ അതല്ല എനിക്ക് പാപം ഇഷ്ടം ആണെങ്കിൽ ഒരു ക്രിയ അകത്ത് നടന്നിട്ടില്ല. Don't fool yourself. ഇത് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനാ. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ ആ പവർ, പാപത്തിന്റെ ആ പ്രാക്ടീസ് ഒരു വിശുദ്ധന്റെ ജീവിതത്തിലുള്ളതിന് അനുദിനം ശുദ്ധീകരണ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. 3ാമത് ഭാവികാലം. നിങ്ങൾ നോക്കിയ വെളിപ്പാട് പുസ്തകം 11-ന്റെ 2ാം ഭാഗം. നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക്
അധികം അടുത്തിരിക്കുന്നു. ഓ, അപ്പൊ ഞാൻ ഓർത്തത് രക്ഷിക്കപ്പെട്ടെന്നാണല്ലോ, പെട്ടുകൊണ്ടിരിക്കുന്ന. ഇവിടെ പറയുന്നത് എന്താ? വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം. അപ്പൊ രക്ഷിക്കപ്പെടും ഭാവി. 1 പത്രോസിന്റെ ലേഖനം 1:4, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അപ്പൊ ഈ രക്ഷയുടെ ഈ അനുഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഭാവിയിൽ സംഭവിക്കും. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഈ ഭാവികാല രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് ആരോടാണ് പറയുന്നത്? പാസ്റ്റിൽ രക്ഷിക്കപ്പെട്ടവരും ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അവരോടാണ് പറയുന്നത് ഭാവിയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം, യൂഷ്വലി നിത്യമാകുന്ന ദൈവത്തിന്റെ കോപ ദിവസത്തെ കുറിച്ചാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ഈ ആത്മീക സത്യം നിങ്ങൾ അറിയാതെ പോകരുത് കേട്ടോ. ഞാൻ ബൈബിൾ നിങ്ങളുടെ മുൻപിൽ ഒട്ടും മായം ചേർക്കാതെ കൊണ്ടുവരികയാണ്. ഒരു വലിയ കോപ ദിവസം വരുന്നു. കളിയും തമാശും പരിപാടികളും ഒന്നും നിലനിൽക്കാത്ത ഒരു ദിവസം വരുന്നു. ശീഘ്രം അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഒരു ആശ്വാസത്തിന് വരിക. കോപം നമുക്ക് പേടിപ്പിച്ചു. പേടിച്ചെങ്കിൽ രക്ഷപ്പെട്ടു. വേറെ ചിലര് പറയുന്നത് ഇതൊക്കെ പഴയ നിയമത്തിൽ ദൈവം കോപിക്കും, പുതിയ നിയമത്തിൽ നമ്മുടെ കണ്ണുനീരെല്ലാം. അങ്ങനല്ല, ഞാൻ പുതിയ നിയമത്തിലെ വാക്യമാണ് ഇനി വായിക്കാൻ പോകുന്നത്. The wrath of God is going to be revealed very soon. കുഞ്ഞുങ്ങളെല്ലാം ഞാൻ പറയുന്ന വാക്യങ്ങൾ എടുത്തോണേ കേട്ടോ. സത്യമായ കാര്യമാണ് നിങ്ങൾ ഈ ചർച്ച പഠിക്കുന്നത്. ഓക്കെ, there is no diluting the word, no water down. അതാ ചിലർക്ക് ആരാധിക്കാനൊന്നും നോക്കുന്നില്ല. ഇത് മനസ്സിലാക്കുമ്പോ ആരാധന വെളിപ്പെട്ടോളും. അപ്പൊ നിങ്ങൾ ധരിക്കുന്ന പേടിച്ചിട്ട് ആരാധിക്കുമെന്ന അല്ല. ഈ വരാൻ പോകുന്ന കോപത്തിൽ നിന്ന് കൃപയാൽ നമ്മളെ രക്ഷപ്പെടുത്തി ആ ഓർക്കുമ്പോഴാ സ്തോത്രം. അതിനെനിക്കാരും താളം പിടിക്കണ്ട. ഒരു ദിവസം കീബോർഡ് ഇല്ലല്ലോ, ഒരു എന്താ ഇങ്ങനെ വെച്ചാ എന്താ? You learn the word. You don't need any keyboard. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ it's not a problem. കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. ഒരു ഫ്യൂച്ചർ wrath of God ഉണ്ട്. ഈ റോമാലേഖനമൊക്കെ കുറച്ചു നാളായിട്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 18-ലും wrath of God ഉണ്ട്. 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യം, മതപരമായ ചടങ്ങുകൾ ചെയ്യുന്ന അവിശ്വാസികളോട് ഈ കോപ ദിവസത്തെ കുറിച്ച് പൗലോസ് പറയാ. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എടാ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എന്തോ ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല. എടാ, എന്തായി ദീർഘക്ഷമ? നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ അവസരമാണ്. അടുത്ത വാക്യം കേൾക്കണം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടാനുള്ള കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ചു വയ്ക്കുന്നു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, യേശുവിനെ കൈക്കൊണ്ടില്ലെങ്കിൽ, there is coming a day the wrath of God will be revealed. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യം നിൽക്കത്തില്ല. പപ്പായ്ക്കും മമ്മിക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല തന്നെ. മനസ്സിലാക്കിക്കോണം ഇത്. ഇവിടെ ഇരിക്കുന്ന സകല ചെറുപ്പക്കാരുത്തികളും ചെറുപ്പക്കാരും ഇത് മനസ്സിലാക്കിക്കോണം. യൗവനക്കാർ മനസ്സിലാക്കിക്കോണം. സഹോദരി സഹോദരന്മാർ, പ്രായമുള്ളവർ മനസ്സിലാക്കിക്കോണം.
കളി കളിച്ച് മുന്നോട്ട് പോയാൽ പണി നടക്കത്തില്ല. ഇത് സഭയിൽ വരുന്ന ആളുകളാ. സഭ വരും, ഉള്ള സകല ആത്മികമായ പരിപാടികൾ പുറത്തു നിന്ന് കാണിക്കും. He is talking about religious unbelievers. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ there is a day of wrath. God is going to pour out that wrath. ഞാൻ ബന്ധിക്കോസില്ല. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് എന്തായി തീരുമെന്നുള്ളത് എനിക്കറിയില്ല. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി ശുശ്രൂഷ ചെയ്യാൻ വന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ലൂക്കോസ് 3:7, അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്. ഇന്ന് സ്നാനമേൽക്കാൻ വരുന്നതാണ് നമ്മൾ എന്ത് പറയും? പെട്ടെന്നാട്ട് മോളെ ഇത് പെട്ടെന്ന് ഞാൻ പറയുന്ന പോലെ പറഞ്ഞു യെസ് എന്ന് പറയണം. അപ്പൊ ഞാൻ മുക്കാം. സ്നാനപ്പെടാൻ വന്നവരോട് വിളിക്കുന്ന കണ്ടോ? സർപ്പസന്തതികളെ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇതാ വിളിച്ചത്, സ്നാനപ്പെടാൻ വന്നവരുടെ. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഇന്നേതേലും ഉപദേശി വല്ലതും വിളിച്ചാൽ ട്രാൻസ്ഫർ ഉറപ്പായി. എല്ലാവരും കൂടെ കൂടി പറയാം, എന്താ ഉപദേശി പൊക്കെടുത്ത് തട്ടിയര്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് അതുകൊണ്ട് ആ മരുഭൂമിയിൽ നിന്നത്, എങ്ങും തട്ടാനില്ല. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവാർ. ഒരു കോപം വരുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ രക്ഷപ്പെടുത്ത്. This is serious. ഇത് അൺബിലീവറാണ്. ബിലീവറിന്റെ ജയം എന്ന് പറയുന്നത് I am saved from the wrath of God. എത്ര വലിയതാണ്, എത്ര വിലയേറിയതാണ്. പെന്തിക്കോസുകാരുടെ നിമിത്തമല്ല, പാസ്റ്റർ നിമിത്തമല്ല, പട്ടക്കാര നിമിത്തമല്ല, പള്ളി നിമിത്തമല്ല. It is because of the blood of Jesus Christ I am justified. Praise the Lord. അകത്ത് വന്ന് കളിയുമായിട്ടിരുന്നാൽ പണിപ്പാളും. കുറച്ചുകൂടെ ദിവസങ്ങളെ ബാക്കിയുള്ളൂ ജീവിക്കാൻ. നന്നായിട്ട് ഓർത്തോണം. കുറച്ചുകൂടെ ആരോടാ പറഞ്ഞത്? അല്ലേ, ഏറെയായാൽ 29,200 ദിവസം, 60-70 ഒക്കെ കഴിഞ്ഞു മാസേ, കുറച്ച് ദിവസം കൂടെ ഉള്ളു ബാക്കി. അത് ശരിയായ കാര്യമല്ലേ? പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, അതാണ് ആക്ച്വൽ ഫാക്ട്. ഗ്രഹകാര്യം ക്രമീകരിച്ചു. അയ്യോ അതെന്തുവാ? അതെന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ ഇതിനകത്തുനിന്ന് ഒഴിയണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. പൗലോസ് നോക്കി എത്ര ഗൗരവത്തോടെ പറയുന്നത്. അതിന് 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സെക്ഷുവൽ സെൻസിനെ അഭിസംബോധന ചെയ്യുകയാണ്. ചിന്തയില് വൾഗർ ലാംഗ്വേജ് ഉപയോഗിക്കുക, അസാൻമാർഗിക അശുദ്ധമായ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശം ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട് പട്ടി എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. അടുത്ത കേൾക്കണം. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളവരിൽ നിന്ന് വേർപെടുക. ബൈബിൾ. ഞാന് ഒരു കാര്യം ചിന്തിച്ചു. ഇപ്പൊ ഇങ്ങനെ കിടക്കുക സംഗതി. അപ്പൊ സൗകര്യം എന്താണെന്നറിയോ? ദൈവം കോപിക്കത്തില്ല, ദൈവ സ്നേഹം നമ്മുടെ കണ്ണുനീർ തുടങ്ങി. അത് നാണയത്തിന്റെ ഒരു വശമാ. ആ സ്നേഹത്തിലാണ് ദൈവം ദൈവത്തിന്റെ പുത്രനെ തന്നത്, ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. കോപമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താ കാര്യം എന്നറിയാമോ?
They are afraid of this. വേറെ ഒരു കൂട്ടര ദൈവം ഇല്ല. എന്താണ്? ദൈവമില്ല, ദൈവകോപമില്ല, പിന്നെ വേറൊരു കൂട്ടർ നരകവുമില്ല. കൊള്ളാം. Why? They cannot face this day. ഏത് വിദഗ്ധൻ പറഞ്ഞാലും അത് ഫോൾസ് ആണ്, അത് പൈശാചികമാണ്. This is the truth. സ്തോത്രം. ഇത്രയും വാക്യം മതിയായിരിക്കുമല്ലേ? പോരാ അല്ലേ? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ കുഞ്ഞാട് 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയായിരിക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിൽ മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കും നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. The day is coming soon and no one can stand. രാജാക്കന്മാർക്കും മഹത്തുക്കൾക്കും വലിയവന്മാർക്കും ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴ. We cannot stand before the wrath of God. Praise the Lord. വിശ്വാസി വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ പാട്ടുപാടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്താണെന്നറിയാമോ? ഈ വരാൻ പോകുന്ന കോപ ദിവസത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. മാത്രമല്ല, വലിയ ഉത്തരവാദിത്വം. ബന്ധത്തിൽപ്പെട്ട ചാർച്ചക്കാർ, കുടുംബക്കാർ, വീട്ടുകാർ, കുഞ്ഞുങ്ങൾ എല്ലാവരോടും ഇത് പറയണം, മോനെ ഇങ്ങനെ പോകത്തില്ല. There is coming a day of wrath. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. He just had to speak. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു. What does that mean? കർഷകർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. മുന്തിരിക്കൊല കൊണ്ട് ചക്കിനകത്തിട്ട് ആളുകൾ അതിനെ ചവിട്ടി മെതിക്കുന്നത് പോലെ ദൈവത്തിന്റെ ക്രോധത്തിൽ മെതിക്കും. എന്റെ കുഞ്ഞുങ്ങളെ, ഇത് കേട്ടോണേ, ഇത് കേട്ടോണേ. അപ്പനും അമ്മയും ബന്ധിക്കോസിലായതുകൊണ്ടോ ഭാഷണ മക്കളായതുകൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. അഭയം തേടിക്കോണം. യേശുവിന്റെ രക്തം നിമിത്തം നീതീകരണമുണ്ട്. ഇന്ന് നല്ല സമയമായി. You can be saved from this coming wrath. ഈ ചർച്ചിൽ വന്നിട്ട് ഈ റാത്തിനിരയായി തീർന്നാൽ you have only yourself to blame. രക്ഷപ്പെടുവിൻ. ഇതിന്റെ ഒരു ക്ലൈമാക്സ് നോക്കുകയും വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഭാവിയിൽ നടക്കാൻ പോകുന്ന the great white throne judgment. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ആ ഗാംഭീര്യം നിങ്ങൾ കണ്ടോ? മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾ അടുത്ത് വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേര് കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. കേട്ടോണം, സകല അവിശ്വാസികളും സകല കപടഭക്തിക്കാരും ഇത് കേട്ടോണം. യേശുക്രിസ്തുവിന്റെ കൃപയെ തള്ളിയതുകൊണ്ട്, സുവിശേഷം തള്ളിയതുകൊണ്ട് ഈ വെള്ളൻ സിംഹാസനത്തിന് മുൻപിൽ സകല അവിശ്വാസികളും വന്ന്
ചിന്തിച്ച സകല ചിന്തയ്ക്കും പറഞ്ഞ സകല വിടുവായിക്കും സകല പ്രവർത്തിക്കും സുവിശേഷത്തെ തിരസ്കരിച്ചത് കൊണ്ട് ഒരു ന്യായവിധി ഉണ്ടാകും. എന്നിട്ട് തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇറ്റേണൽ ഹെൽ. അവിടെയാണ് കരച്ചിലും പല്ലുകടിയും. അവിടെയാണ് ഭയങ്കര ഡാർക്ക്നെസ്, ഇരുട്ടുള്ളത്. പിന്നീട് ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ആ അനുഭവം നിത്യമാണ്. ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി തിരസ്കരിക്കപ്പെട്ട അനുഭവം. ഈ ചർച്ചിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒറ്റയാൾക്കും ഈ അനുഭവം ഉണ്ടാകരുത്. അതിന് ഇത് നേരത്തെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. അവരും ഇവരും ഫോൺ ചെയ്തും വാട്സാപ്പ് ചെയ്തും അതും ഇതും പറയുമ്പോൾ കുരുങ്ങരുത്, നിന്റെ ഭാവി പോക്കാം. റെഫറൻസ് മതിയായിരിക്കും അല്ലേ? പോരാ. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ നീതിയുള്ള ആ വിധി കണ്ടോ? ആ ജഡ്ജ്മെന്റ് കണ്ടോ നിങ്ങൾ? അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്കും അടയാളം ആകുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും, ബാക്കി പറ, പ്രതികാരം കൊടുക്കുമ്പോൾ. സ്തോത്രം. ആമേൻ. റൈച്ചസ് ജഡ്ജ്മെന്റ്. സുവിശേഷം അനുസരിക്കാത്തവർ, ദൈവത്തെ അറിയാത്തവർ ആ wrath of ഗോഡിന് ഇരയായിത്തീരും. ഇത് വാസ്തവത്തിൽ ദൈവമക്കളെ വാസ്തവത്തിൽ എഫേസ്യ ലേഖനം 2:3 ഇങ്ങനെയുള്ളവരെ വിളിക്കുന്നത് ചിൽഡ്രൻ ഓഫ് wrath, കോപത്തിന്റെ മക്കളെന്നാ വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? നമ്മള് റോമാലേഖനം പഠിച്ചു വരുമ്പോൾ ദീസ് ആർ ദ നെക്സ്റ്റ് വേഴ്സസ്. ഞാനതോർത്ത് സ്തോത്രം ചെയ്യാണ്. സുവിശേഷം നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കേൾക്കാൻ ഇതൊരു അവസരമല്ലേ? ഇത് തഴഞ്ഞാൽ പച്ചയ്ക്ക് നമ്മുടെ ഫെയ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് ദൈവാത്മാവ്. നമ്മളിത് ലാഘവമായി എടുക്കരുത്. ഐ ആം പ്ലീഡിങ് വിത്ത് യു. നമ്മളിത് ലാഘവമായി എടുക്കരുത്. ആ ദിവസം നമ്മളെ വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല. കോളേജിൽ നമ്മൾ പണി ഒപ്പിച്ചപ്പോൾ മാതാപിതാക്കൾ വന്ന് നമ്മളെ എന്ത് ചെയ്തു? അവിടുന്ന് എന്ത് ചെയ്തു? ലിഫ്റ്റ് ചെയ്തു. ഇവിടെ നടക്കത്തില്ല. നാട്ടിൽ പ്രശ്നമുണ്ടാക്കി വഷളത്തരം കാണിച്ചപ്പോഴും മാതാപിതാക്കൾ എന്ത് ചെയ്തു? കൈവിട്ടില്ല. എല്ലാം നമ്മളെ എന്ത് ചെയ്തു? ഒരു സൂത്രത്തിൽ നമ്മളെ അവിടെ നിന്നും പൊക്കി. ഇവിടെ പണി നടക്കത്തില്ല. ഇവിടെ ശുപാർശയില്ല. ഇവിടെ കൈക്കൂലിയില്ല. ഇവിടെ വക്കീലിനെ പിടിച്ച പണി പറ്റത്തില്ല. This is the wrath of God for all unbelievers. ഭാവിയിൽ ഇതാണ് നടക്കാൻ പോകുന്നത്. സ്തോത്രം. എന്നാൽ വിശ്വാസികൾക്ക് 1-2 വാക്യം തരാം. നമ്മൾ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടും. ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ്. നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? വാസ്തവമായി പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുടെ ഹൃദയം അറിയില്ല. എന്നെ കർത്താവ് ഏൽപ്പിച്ച വചനം ഞാൻ പറയും. ദൈവവചനപ്രകാരമല്ല ഈ വ്യാഖ്യാനം. നിങ്ങൾ എടുക്കണ്ട. വചനപ്രകാരമാണെങ്കിൽ നിങ്ങൾ എടുക്കണം. ശരിക്കും രക്ഷാ നിർണയം ഉണ്ടായിട്ടുണ്ടോ? റിയലി ഗോസ്പൽ അറിഞ്ഞ് കർത്താവിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൽ നമ്മൾ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ ഇല്ല. നമുക്കുള്ള ന്യായവിധി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. പ്രതിഫലം വീതിക്കുന്ന ദിവസം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്
നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കൂടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. അത് പ്രതിഫലം വീതിക്കാനാ. പക്ഷേ വിശ്വാസിയായി ചമഞ്ഞ് ഹൃദയത്തിൽ അവിശ്വാസിയാണെങ്കിൽ, ഓ ദിസ് ഡേ ഈസ് കമ്മിങ്. ഇഫ് യു ആർ എ ട്രൂലി ബോൺ അഗൈൻ പേഴ്സൺ, being led by the Holy Spirit, you don't need to fear this. That is the sixth blessing. Amen. John 5 verse 24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന്, ബാക്കി പറ, നിത്യജീവൻ ഇനിയും കിട്ടുകയല്ല, ഉണ്ട്. അയ്യോ, അപ്പൊ ഭാവിയിലോ? അതിന്റെ കൺസ്യൂമേഷനാ. ദ മൊമെന്റ് യു ബിലീവ് യു ഹാവ് ഇറ്റേണൽ ലൈഫ്. അടുത്തോടെ, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. നിത്യജീവനുള്ള ആ വിശുദ്ധന് ന്യായവിധിയിൽ പെടത്തില്ല. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, he has passed over. The believer will not come into judgment. എന്ന് പറഞ്ഞാൽ the wrath of God. Hallelujah. സ്തോത്രം ചെയ്യും. ഈ വചനത്തിനായി സ്തോത്രം. കർത്താവിന്റെ നേരിട്ടുള്ള വാക്കുകളാണ്. Oh no, I am not going to come into the judgment, the wrath of God. അപ്പൊ എല്ലാവരും ചോദിക്കും, why? Is it because you went to Pentecost? No. Because I trusted in the Lord Jesus Christ. Hallelujah. എനിക്ക് നിത്യജീവൻ കിട്ടി. 1 തെസ്സലോനിക്ക ലേഖനം 1:10. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നു. തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാര് കണ്ടോ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനുമായ യേശു. കുറച്ചുകൂടെ വാക്യം വേണം അല്ലേ? ഇന്ന് പോകുമ്പോൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന്റെ ആകം ത്രില്ലടിക്കണം. ക്രൈസ്ത ലോർഡ്. കടഭാരം മാറിയാന്നോ? അല്ല. എന്നാ പുതുതായിട്ടുള്ള വണ്ടി കിട്ടിയോ? അല്ല. വീട് വെച്ച് കാണും? നോ. വരാൻ പോകുന്ന വലിയ ന്യായവിധിയുണ്ട്. അതിൽ നിന്ന് എന്നെ ദൈവം, എന്റെ ഒരു ഗുണവും കണ്ടല്ല എന്നെ ദൈവം രക്ഷപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ശരിക്കും അറിയാവുന്നവരൊക്കെ പറയാം, അവൻ രക്ഷപ്പെട്ടെന്നോ? അതെ, അവൻ രക്ഷപ്പെട്ടു. ഒരു ഗുണവും കണ്ടല്ല. ബിക്കോസ് ഓഫ് ദ മെർസി ആൻഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച് ഈ വാക്യം കേട്ടോ. 9-10 വാക്യം, 5:9. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഓ, ഈ വാക്യം കണ്ടോ? അത് ആ വാക്യത്തിൽ വിശ്വസിക്കുന്നവര് സെലിബ്രേറ്റ് ചെയ്ത്, ദൈവം നമ്മെ കോപത്തിനല്ല, പിന്നെന്തിനാണ്? തന്നോട് കൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ, കോപത്തിനല്ല രക്ഷയെ പ്രാപിക്കാൻ അത്രേ നിയമിച്ചിരിക്കുകയാണ്. ഒറ്റയാള് പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഈ മെസ്സേജിന്റെ ഉദ്ദേശം, എവിടെയെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഗെറ്റ് ബാക്ക്. എല്ലാവരും രക്ഷിക്കപ്പെടും. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ യാഗ മരണത്തിൽ വിശ്വസിപ്പാൻ ദൈവം കൃപയാൽ നമുക്ക് ഭാഗ്യമൊരുക്കി. ആ യാഗ മരണം ദൈവത്തിന് നമ്മുടെ പാപത്തോടുള്ള കോപത്തെ മുഴുവനുമായി ശമിപ്പിച്ചു. പ്രൊപ്പീഷിയേഷൻ നടന്നു. ഇനിയും ദൈവത്തിന്റെ കോപത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ഇല്ല.
ദൈവത്തിന്റെ കോപത്തിന്റെ ക്ലൈമാക്സ് ആണ് ദ ലേക്ക് ഓഫ് ഫയർ, ഇറ്റേണൽ ഹെൽ. അപ്പൊ ഇത് വലിയൊരു വാഗ്ദത്തമാണ് കേട്ടോ. ദൈവം വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തം എന്താണ്? വരാൻ പോകുന്ന കോപത്തിൽ നിന്നുള്ള രക്ഷ. അപ്പൊ ന്യായം ഇതാണ്: ഈ അഭക്തരായ പാപികളായ ഈ മനുഷ്യരെ അവർ വിശ്വസിച്ചു എന്ന കാരണത്താൽ ദൈവം നീതീകരിച്ചു എങ്കിൽ എനിക്ക് ഉറപ്പാണ്, എനിക്ക് കോൺഫിഡൻസ് ആണ്, വരാൻ പോകുന്ന ഫ്യൂച്ചർ റാത്തിൽ നിന്ന് he will save me. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഞാൻ ഇനിയും ചെല്ലുമോ? ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളെല്ലാം വിശുദ്ധരായി. ഇപ്പൊ ഇല്ല. നമ്മള് ഇതിലുറക്കണം. ഏടാ തല്ലിപ്പൊളിയായിട്ട് ഞാൻ നടന്നപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ച് എന്നെ രക്ഷപ്പെടും. He will keep me from that eternal wrath of God. Hallelujah. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കും. സ്വോത്രം, 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 സ്വോത്രം. ഇന്ന് പകൽ ആരെങ്കിലും രക്ഷയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വഴുതി നിൽക്കുന്ന സ്ലിപ്പറി സ്ലോപ്പിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ, I want you to have confidence in the word of the living God. ഇല്ല, തകരാൻ വേണ്ടിയല്ല എന്നെ നിയമിച്ചിരിക്കുന്നത്, കോപത്തിന് വേണ്ടിയല്ല. സ്തോത്രം, 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 സ്തോത്രം. 10-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ഇതൊരു പുതിയ ആശയമല്ല കേട്ടോ, ഒരു പുതിയ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിരപ്പ് വന്നു. നമുക്ക് ഇത് പരിചയമുള്ള വാക്കാണ് ഇവിടെ ഉള്ളവർക്ക്. 2 കൊരിന്ത്യർ 5:18 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി പരിചയമൊക്കെ ഉള്ള വാക്കാണിത്. അപ്പൊ അങ്ങോട്ട് പോകണ്ട, ഞാൻ പിന്നീട് എടുക്കാം. എങ്കിൽ നിരന്ന ശേഷം, ഇപ്പൊ ദൈവവും മനുഷ്യനുമായിട്ട് ശത്രുക്കളാണ്. മനുഷ്യനാ നിരപ്പ് വേണ്ടിയത് കേട്ടോ. ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യനെ തന്നോട് നിരപ്പിച്ചു, അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടുത്തി. റീകൺസിലിയേഷൻ. അങ്ങനെ ദൈവം ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മളെ നിരപ്പിച്ചു എങ്കിൽ, പാപികളായിരിക്കുമ്പോഴല്ലേ ഈ നിരപ്പ് വന്നു? അതെ, നിരന്നു കഴിഞ്ഞ് നമ്മൾ ആരായി? ദൈവത്തിന്റെ മക്കളായി. നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. കണ്ടോ? From the greater to the lesser. അത് ചെയ്തെങ്കിൽ ഇപ്പൊ നിങ്ങൾ ശത്രുക്കളല്ലല്ലോ. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാന്നേ, രക്ഷിക്കപ്പെട്ടു എന്ന് പുറത്ത് കാണിച്ച് ഇരിക്കുന്നവൻ ശത്രു തന്നെയാ. റിയലി രക്ഷിക്കപ്പെട്ടവർ ഇന്ന് ദൈവമക്കളാണ്. ശത്രു ആയിരുന്നപ്പോൾ ദൈവം നിന്നെ വിടുവിച്ചു എങ്കിൽ ഇന്ന് നീ നിരന്നു കഴിഞ്ഞു. He will keep you. എത്ര അധികമായി രക്ഷിക്കപ്പെടും. കൊലോസ്യ ലേഖനം 1:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ടോളൂ. നിരപ്പിന്റെ വചനത്തെക്കുറിച്ച് അവിടെ ഉണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ 5:18 മുതൽ നമുക്കറിയാവുന്ന വാക്യമാണ്. എന്നാലും ഞാൻ ഈ നിരപ്പ് എങ്ങനെ സംഭവിച്ചു എന്ന് 21-ാം വാക്യത്തിലുണ്ട്. ഞാനത് മുഴുവൻ ഒന്ന് വായിക്കാം. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. എങ്ങനെയാ ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതിരുന്നത്? പോട്ടെന്ന് വെച്ചാന്ന് അല്ല, ക്രിസ്തുവിന്റെ മേലിട്ട് ദൈവത്തിന്റെ കോപം ക്രിസ്തുവിന്റെ മേൽ ചൊരിഞ്ഞു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഇതാ പരസ്യോഗത്തിൽ ചെയ്യുന്നത്, ഇതാ കൺവെൻഷനിൽ ചെയ്യുന്നത്. സഹോദരി സഹോദരന്മാരെ, നിരന്നുകൊള്ളുക. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. എങ്ങനെയായി നിരപ്പ് നടന്നത്? 21-ാം വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പിതാവാം ദൈവം പുത്രനായ യേശുവിനെ പാപം ആക്കി.
പാപിയാക്കിയെന്നല്ല, പാപം ആക്കി. യെശയ്യാപ്രവചനം 53:6 നമ്മുടെ അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി. Our sins were imputed on Christ, put into his account as if he lived our rotten life. എന്നിട്ട് നമ്മുടെ മേൽ ചൊരിയേണ്ട ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞു. അങ്ങനെ അത് വിശ്വസിച്ചപ്പോഴാണ് ദൈവത്തോട് പാപികളായിരുന്നു നമ്മൾ നിരപ്പിലായത്. റീകൺസിലിയേഷൻ നടന്നു. ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന നിലയിൽ നിന്നും ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർത്തു. എത്ര വലിയ അനുഭവമാണ്. എന്നിട്ട് ആ 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം അവിടെ പറയുന്നത്, നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അവന്റെ ജീവനാൽ. എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ. എന്താണ് ഇവിടെ പറയുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. We will be saved. ഭാവിയെ നോക്കി ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 7:25. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ, ഇന്റർസെഷൻ ഫോർ us, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ പറഞ്ഞു, എല്ലാം ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരാം. ഭാരപ്പെടണ്ട. നിങ്ങൾ എന്നെ വിളിക്കണം. എന്താ മനസ്സിലാകാൻ? ഇപ്പൊ മനസ്സിലാക്കണം. അല്ലെ നിങ്ങളുടെ വീടുകൾ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും, പക്ഷെ എന്തത് മഹാപുരോഹിത അപ്പൊ കർത്താവ് ഇപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അതെ, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. He is interceding for us. അതുകൊണ്ടല്ലയോ നമ്മളല്ലേ എന്തെല്ലാം കല്ലെ തട്ടി താഴെ കിടക്കട്ടതാ. 11-ാം വാക്യം, the 7th blessing. അത് 2 വാക്കിൽ പറഞ്ഞ് we will close. നമ്മൾ നോർത്ത് നമ്മൾ ആരായിരുന്നു? എനിക്ക് നിങ്ങളെ വിധിപ്പാനൊന്നും ഇല്ല. ഞാൻ ആരെന്ന് എനിക്കറിയാം. ഞാൻ ആ വാക്കുകളൊന്നും പറയുന്നില്ല, പരസ്യമായിട്ട് ഇത് പോകുന്നതല്ലേ. I was a hopeless case. എനിക്ക് തോന്നുന്നില്ല ഞാൻ താമസിച്ച ചുറ്റുപാടിൽ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഹോപ്പ് തന്നു. ആരെങ്കിലും ഇത് അറിഞ്ഞാൽ ചോദിക്കും, അവൻ ബൈബിളുമായിട്ട് നിൽക്കുകയെന്ന്. അത്ര ഹോപ്പ്ലെസ് കേസ്. എനിക്ക് ആരാധന വരും, എനിക്ക് ആരുടെ ഒരു ദായവും വേണ്ട. എന്നോട് ദൈവം മനസ്സലിക്കും. God had mercy on me. അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ ചെന്ന് പെട്ടേനെ. മനസ്സിലാവുന്നൊരു ഭാഷ പറയാം. ഞാൻ അല്ല നരകത്തിൽ നടക്കുന്നത്, നല്ലൊരു ഭാഷ പറയാം. സർക്കസ് വഴിയെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ വേണ്ട, ആത്മരക്ഷ വേണ്ട. ഇറ്റ് ഈസ് ടെറിഫൈങ്. ടെറിഫൈങ്. ഉറക്കം നഷ്ടപ്പെടും നമ്മൾ. ഇതൊന്നും ചിന്തിക്കുക. വിശ്വാസിയെ സംബന്ധിച്ചോളം നെഞ്ചത്ത് കൈവെക്കണം. ദൈവമേ, എന്നോട് കരുണയുണ്ടായിരുന്നു. ദൈവം കരുണ കാണിച്ചത് മനസ്സിലാകാൻ ഈ ബുദ്ധി തുറക്കണം. അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവം നമ്മളോട് ചെയ്ത കരുണയാണ്. നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് ഗുഡ് ഇൻ us. നെവർ തിങ്ക് അബൌട്ട് ദാറ്റ്. ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ പാസിഫൈ ചെയ്യില്ല. മേ ബി യു വർ നത്തിങ്. നമ്മളില്ലെങ്കിൽ ഈ ലോകമൊക്കെ ഓടിക്കോളും കേട്ടോ. ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ഞാനില്ലെങ്കിൽ ലോകം ഓടത്തില്ല. അങ്ങനൊന്നുമില്ല. നമ്മളൊക്കെ ഇല്ലേലും ഓർബിറ്റിൽ തന്നെ അതൊക്കെ ഓടിക്കോളും. അത്രയും അല്ല തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും അല്ല. നടപ്പള്ളിയിൽ വീട് വെച്ചതായിരിക്കും, അതൊന്നും അല്ല. നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു.
ഈ പ്രശംസ എന്ന വാക്ക് നമ്മൾ ദൈവത്തിൽ പ്രശംസിക്കുന്നു. അതിന്റെ അർത്ഥം വാസ്തവത്തിൽ ബോസ്റ്റ് എന്നുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ അർത്ഥവത്തായ ഒരു ട്രാൻസ്ലേഷൻ റിജോയിസിങ്. കേവലം ഒരു സന്തോഷത്തിലുള്ള ഉല്ലാസമല്ല, തീവ്രമായ റിജോയിസിങ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ടാം വാക്യത്തിൽ ഒരു റിജോയിസിങ് ഉണ്ട്. നാം അവന്റെ തേജസ്സിൽ, ഒന്ന് വായിക്കാമോ രണ്ടാം വാക്യം? നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതപ്പോ ഭാവിയെ നോക്കിയുള്ള റിജോയിസിങ്. ഇത് കഴിഞ്ഞിട്ട് മൂന്നാം വാക്യവും നാലാം വാക്യം കൂടെ വായിക്കും. മലയാളത്തിൽ നാലാം വാക്യം ഒന്ന് വായിച്ചേ. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വർത്തമാനകാലത്തിൽ ഞാൻ റിജോയ്സ് ചെയ്യുന്ന കഷ്ടങ്ങളിൽ. ഇവിടെ നമ്മൾ കാണുന്ന 11ാം വാക്യത്തിൽ നടന്നു കഴിഞ്ഞ, പാസ്റ്റിൽ നടന്നു കഴിഞ്ഞതിൽ റിജോയ്സ് ചെയ്യുക. We rejoice in God through our Lord Jesus Christ, by whom we have now received the reconciliation. യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവവുമായിട്ട് ദൈവം എന്നെ നിരപ്പിച്ചത് കൊണ്ട് I rejoice. ആരാധിക്കാൻ വേറെ ഇനി ഫോർമുല വല്ലതും വേണോ? കഴിഞ്ഞകാല അനുഭവം, ഇപ്പോഴത്തെ കഷ്ടതയിലും വരാൻ പോകുന്ന ഭാവി നോക്കുമ്പോഴും 3 വട്ടം പോൾ പറയുക, we rejoice, we exult എന്ന വാക്കാണ് EXULT. ബോസ്റ്റ് എന്നും പറയും. സ്തോത്രം, പ്രശംസിക്കുന്നു. അതും ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഇതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾ ഉത്തരം പറയണം. അപ്പൊ സന്തോഷിക്കാതിരിക്കുന്നത് എന്താ? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാളിന്റെ പ്രത്യക്ഷമായുള്ള ഒരു ദൈവ പൈതലാണോ? സാഹചര്യം വിഷയമല്ല. He is joyful, rejoicing. Tribulations rejoicing, ഭാവിയെ നോക്കുമ്പോൾ rejoicing, പാസ്റ്റിനെ ഓർത്താണ് rejoicing. എനിക്ക് എപ്പോഴും ഒരു ലോങ് ഫേസ്. രാവിലെ എന്താ ആടി ദീർഘശ്വാസം. Something is wrong. I will tell you, it is a sin not to rejoice. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോഴാണ് ശരിയായ സന്തോഷവും ആരാധനയും വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ എപ്പോഴും അതും പറഞ്ഞു ഇതും പറഞ്ഞു. പിന്നെ ചിലർക്ക് ഒരു കാറ് കിട്ടും, കാറ് കിട്ടി അങ്ങോട്ട് കൊണ്ടിട്ട് ഇടിക്കുന്നുണ്ട്, പുതിയ കാറ്. ശരിയല്ലയോടാ? ആ യഥാർത്ഥ സന്തോഷമുണ്ടോ? ആ സന്തോഷം ലോകത്തിൽ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. ഇല്ല, മന്ത്രവാദ ശക്തികളും അതിന്റെ പോരുകളും അതിന്റെ നിലവാരങ്ങളും ഒരു മന്ത്രവാദിക്ക് എടുക്കാനൊക്കത്തില്ല. വരാൻ പോകുന്ന കോപത്തിൽ നിന്ന് നമ്മളെ വിടിവിച്ച ദൈവസ്നേഹമുണ്ട്. അത് ഓർക്കുമ്പോൾ ലോകത്തിലെ ഒരു അല്ലല്ല, ഇവിടെ ചെന്ന് നേർച്ചയിട്ടേക്കുക. അവന്റെ പൈസ പോയി, എനക്കൊന്നും പറ്റത്തില്ല. I am telling you truth. Fill your heart with love for God. We rejoice. ഇത് ശരിക്കും ഓർക്കുമ്പോഴല്ലേ ഇനി നമ്മൾ പാടാൻ പോകുക. അത്യുച്ചത്തിൽ നമ്മൾ പറയണോ, ഒന്നുകൂടെ ഒച്ച വെച്ച് ആ കൈ ഒന്ന് ഉയർത്തി വീശി പറഞ്ഞേ. എന്തിനു വീശുന്നു? കൈ ഉയർത്താൻ പറഞ്ഞാൽ തന്നെ എന്താ ഒരു വാട്ടപ്പരുവത്തില്. ഇതകത്താണെങ്കിൽ നൃത്തം ചെയ്താരാതി. Fill us with joy. മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസൻ 2 കാര്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ശരിയായ സന്തോഷം ഇല്ലാതിരിക്കുന്നത്? പെട്ടെന്ന് ഞാൻ 2 കാര്യം. ഒന്ന്, ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അവർക്ക് മനസ്സിലായിട്ട് ശരിയാണ്. ഞാനത് ചിന്തിച്ചു. എത്ര നമ്മളിത് പറഞ്ഞാലും എന്ത് വിശ്വാസത്താൽ നീതീകരിക്കും. അപ്പൊ എന്റെ അഭ്യർത്ഥന മനസ്സിലാക്കാൻ നമ്മളൊരു ശ്രമം നടത്തുക. ഇതിപ്പം കർത്താവ് ഈ ബൈബിൾ എഴുതിയപ്പോൾ കടുങ്കട്ടെഴുതണം, ആർക്കും പിടികിട്ടല്ല. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, എനിക്കിത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, എനിക്കെല്ലാം മനസ്സിലായിട്ടില്ല കേട്ടോ, തുറന്ന് ഞാൻ പറയാം, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രയധികം.
സമർപ്പണം. ഇതിനകത്താണ്, ഈ രഹസ്യത്തിനകത്താണ് നമ്മുടെ സന്തോഷം. ശരിക്കും ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ല. 2, അദ്ദേഹം പറയുന്നത് വിഷയം മനസ്സിലായവരും മനസ്സിലാകാത്തവരും ഇത് ധ്യാനിക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ എന്താ? തലച്ചോറിനകത്തൂടി ഇത് ചിന്തിക്കണം കുറെ നാളിട്ട്. എന്താ ഇതിന്റെ അർത്ഥം? ഫോക്കസ്ഡ് തിങ്കിങ് ആണ് മെഡിറ്റേഷൻ. Think who you were. Think of what God had done for you in Christ. Think of what is coming in the future, the great wrath of God, and how you were delivered from it. എനിക്ക് പാസ്റ്റർ അങ്ങ് വലിയ ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറയുന്ന പോലെ എങ്ങനെയാണെന്നറിയാമോ? ടെൻഷൻ. അതിനകത്ത് തന്നെ ഒരു ടെങ്ങിനകത്ത് ഒരു ടെൻഷൻ ഉണ്ട് അല്ലേ? ഈ നല്ല ഗിറ്റാറൊക്കെ അടിക്കുന്നവരൊന്ന് ടെങ് ടെങ് ഒരു ടെൻഷൻ കൊണ്ടുവരിക. എനിക്കങ്ങ് ടെൻഷൻ, എല്ലാ ടെൻഷനും പോവും. റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെ കാണാൻ പഠിച്ച് അതിങ്ങനെ ഉരുവിടുക. പക്ഷെ ഉറക്കമില്ല, പക്ഷെ രാവിലെ ഇവിടെ വന്നുറങ്ങി ഇല്ലേ? വീട്ടിൽ ചെന്ന എന്തോ ഇല്ല, ഉറക്കമില്ല. അവർക്ക് ഉറക്കം കൊടുക്കുന്നത് എബി ഉപദേശിയുടെ ആട്ടെ. സന്തോഷം. നമുക്ക് പാട്ട് പാടി ദൈവത്തിന് സ്തോത്രം.